സഖാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ വിടവാങ്ങി. മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന സഖാവിൻ്റെ വിയോഗം രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പൊതുവെയും CPMന് പ്രത്യേകിച്ചും ഒരു വലിയ ആഘാതമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പലരും ഇദ്ദേഹത്തെ പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അന്തകൻ എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കും, ആ രീതിയിൽ അവഹേളിക്കുകയും ചെയ്യുന്നത് കേൾക്കേണ്ടതായിട്ട്. അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ബുദ്ധദേവ് ഭട്ടാചാര്യയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പൂർവികന്മാർ പൂർവ്വ ബംഗാളിൽ നിന്ന് ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ ഭാഗമായിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് കൽക്കട്ടയിൽ കുടിയേറിയവരാണ്. ഇദ്ദേഹം ഒരു വൈദിക ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ സംസ്കൃത പണ്ഡിതനും പടിഞ്ഞാറൻ ബംഗാൾ അറിയപ്പെടുന്ന ഒരു വലിയ ഈ ഹിന്ദു പുരോഹിതനുമായിരുന്നു. പിതാവിൻ്റെ സഹോദരൻ അറിയപ്പെടുന്ന സാഹിത്യകാരനായിരുന്നു. ബുദ്ധദേവ് തന്നെയും ബംഗാളി സാഹിത്യത്തിൽ BA ഓണേഴ്സ് പാസ്സായ, പിന്നീട് MA പാസ്സായ ഉന്നത ബിരുദങ്ങൾ നേടിയ ആളാണ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനുമായിരുന്നു. 1966 കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു, പിളർപ്പിന് ശേഷം. അധികം വൈകാതെ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി. 1977 ആദ്യമായിട്ട് നിയമസഭയിലേക്ക് ജയിച്ചു. 82 ചെറിയ വ്യത്യാസത്തിൽ തോറ്റുപോയി. 87 വീണ്ടും ജയിച്ചു. വീണ്ടും അദ്ദേഹം മന്ത്രിയായി. ദീർഘകാലം പശ്ചിമ ബംഗാളിൽ മന്ത്രിയായിരുന്ന ആളാണ്. 1999 ജ്യോതി ബസു രോഗാതുരനായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ ഔദ്യോഗികമായ കർത്തവ്യങ്ങൾ ശരിയായ രീതിയിൽ നിറവേറ്റാൻ കഴിയുകയില്ല എന്ന് ജ്യോതി ബസുവിനും പാർട്ടിക്ക് തന്നെ ബോധ്യമായ സാഹചര്യത്തിലാണ് ബുദ്ധദേവ് ഭട്ടാചാര്യയെ പശ്ചിമ ബംഗാളിലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിച്ചത്. അത് ഒരു അപ്രന്റീസ്ഷിപ്പായിരുന്നു. കാരണം ജ്യോതി ബസു തീരെ വയ്യാതാവുന്നു. അപ്പോൾ ഇനി ആരാണ് ഈ പാർട്ടിയെ നയിക്കേണ്ടത്, ഈ മുന്നണിയെ നയിക്കേണ്ടത്, സർക്കാരിനെ നയിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം ബുദ്ധദേവിലാണ് പാർട്ടി കണ്ടെത്തിയത്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം 2000 ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ ചുമതല ഏറ്റെടുത്തു. 2001 അടുത്ത തെരഞ്ഞെടുപ്പ്. 2001 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും BJP അടക്കമുള്ള പാർട്ടികളൊക്കെ വളരെ ശക്തമായ മത്സരം പശ്ചിമ ബംഗാളിൽ കാഴ്ചവെക്കാൻ തീരുമാനിച്ചു. അന്ന് തൃണമൂൽ കോൺഗ്രസും BJPയും സഖ്യമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ സഖ്യം പശ്ചിമ ബംഗാളിൽ അത്യാവശ്യം ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാക്കുന്നു എന്ന സൂചനയുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ മത്സരം നടക്കുന്നത്. പക്ഷേ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. 2001 CPM തന്നെ ജയിച്ചു. ഇടതുമുന്നണി തന്നെ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. അതിനുശേഷവും മമതാ ബാനർജിക്ക് അത്ര കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. 2004 അവരുടെ കാര്യം വളരെ പരിതാപകരമായി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി മാത്രമേ അവരുടെ മുന്നണിയിൽ നിന്ന് ജയിച്ചു. കോൺഗ്രസിൽ നിന്ന് 1-2 പേര് ജയിച്ചു. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് BJP സഖ്യത്തിൽ നിന്ന് ആകെ മമത മാത്രമേ ജയിച്ചു. അത് കഴിഞ്ഞ് 2006 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ വലിയ പരാജയമാണ് തൃണമൂൽ കോൺഗ്രസിനും BJPക്കും കോൺഗ്രസിനും ഒക്കെ ഉണ്ടായത്. എനിക്ക് തോന്നുന്നത് വലിയ വിജയം 2001 വലിയ വിജയമാണ് 2006 ഉണ്ടായത്. അപ്പോൾ 1977 മുതൽക്ക് CPMൻ്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി ഭരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2000 വരെ ജ്യോതി ബസുവാണ്. 2000 ശേഷം ബുദ്ധദേവാണ്. ബുദ്ധദേവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹത്തിന് പാർലമെൻ്ററി ദുശീലങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മദ്യപാനമില്ല, പുകവലിയില്ല, മറ്റ് വിഷയ താല്പര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം ഒരു 2 മുറിയുള്ള ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പോലുമല്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ ലിഫ്റ്റ് വേണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കാറിന് ഫയർ എഞ്ചിൻ്റെയും ആംബുലൻസിൻ്റെയും അകമ്പടി വേണം. 32 കാറുകളുടെ അകമ്പടി വേണം. കറുത്ത തുവാല ആരും കയ്യിൽ കരുതാൻ പാടില്ല, കറുത്ത മാസ്ക് ആരും കെട്ടാൻ പാടില്ല എന്നൊന്നുള്ള നിബന്ധനകളൊന്നും ബുദ്ധദേവനുണ്ടായിരുന്നില്ല. അത് വളരെ വളരെ ലളിതമായ ജീവിതം നയിച്ച ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംസ്ഥാനത്ത് വലിയ ജനപ്രീതിയുമുണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ 2006 വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചു വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ അല്ല, പാർട്ടിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും കഷ്ടകാലം ആരംഭിച്ച 2007 ഈ സിംഗൂരിൽ ചെറിയ കാർ നിർമ്മിക്കാനുള്ള അവസരം ടാറ്റയ്ക്ക് കൊടുത്തു. അതിനൊരു പശ്ചാത്തലമുണ്ട്. കാരണം പശ്ചിമ ബംഗാൾ കാർഷികമായ ഒരു സംസ്ഥാനമാണ്. അവിടെ ഖനവ്യവസായങ്ങൾ തീരെയില്ല എന്നൊക്കെ ഒരു വലിയ ആക്ഷേപമുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. കോൺഗ്രസ് ഭരണകാലത്തും
അവിടെ ഖന വ്യവസായങ്ങൾ തുടങ്ങാതിരുന്നതിൻ്റെ കാരണം അന്ന് പൂർവ്വ പാകിസ്ഥാനായിരുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കാര്യമായ ബോംബാക്രമണം എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ ഇവിടെ ഹെവി ഇൻഡസ്ട്രീസ് ഉണ്ടാവണമെങ്കിൽ അതിന് ദോഷകരമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അത് ഒഴിവാക്കിയത്. നെഹ്റുവിൻ്റെ കാലത്തോട്ടുള്ള ഒരു സംഗതിയായിരുന്നു. പിന്നെ പശ്ചിമ ബംഗാൾ മാറി ബംഗ്ലാദേശായി കഴിഞ്ഞപ്പോൾ ആ രീതിയിലുള്ള ഭീഷണി ഇല്ലാതെ ഇനിയിപ്പോൾ കിഴക്ക് നിന്നൊരു ആക്രമണം ഭയപ്പെടേണ്ടതില്ല. ആ ഒരു സാഹചര്യത്തിലാണ് പശ്ചിമ ബംഗാളാണ് സാമ്പത്തികമായിട്ട് വളരെ വളരെ പിന്നോക്കാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർഷികമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. വ്യവസായവൽക്കരണം ശക്തിപ്പെടുത്തണം, ത്വരിതപ്പെടുത്തണം എന്നുള്ളതിൻ്റെ ആവശ്യത്തിൽ അവിടെ ടാറ്റയെ ക്ഷണിച്ചു കൊണ്ടുവന്ന് സിംഗൂറിൽ ചെറിയ കാറുണ്ടാക്കുന്ന ഫാക്ടറിക്ക് അനുവാദം കൊടുക്കുക. ടാറ്റയ്ക്ക് വേണ്ടി അക്വയർ ചെയ്ത സ്ഥലം അത് CPM അനുഭാവികളുടെ പാർട്ടി പ്രവർത്തകരുടെ സ്ഥലം തന്നെയായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കർഷകർ സംഘടിക്കുകയും ഈ കാർ ഫാക്ടറിക്കെതിരായിട്ട് വലിയ സമരം നടത്തിച്ചു. ആ സമരത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ അന്ന് പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ നേതാവ് മാത്രമായിരുന്ന കുമാരി മമതാ ബാനർജി വലിയ ഒരു നിരാഹാര സമരം നടത്തി. 26 ദിവസം അവർ നിരാഹാരം കിടന്നു. ഏതാണ്ട് മരണവക്തരത്തിൽ വരെ എത്തി. മരിച്ചില്ല എന്നുള്ള അവസ്ഥയിൽ എപ്പോൾ മൻമോഹൻ സിംഗ് ഇടപെട്ട് ഗവർണർ ഗോപാലകൃഷ്ണ ഗാന്ധി ഇടപെട്ട് ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു ഒറ്റ സമരത്തിലാണ് സത്യത്തിൽ ജനങ്ങൾ മമതാ ബാനർജിക്ക് പിന്തുണ കൊടുത്തത്. അതിൻ്റെ തൊട്ട് പുറകെയാണ് നന്ദിഗ്രാം വിഷയം ഉണ്ടാകും. നന്ദിഗ്രാമിൽ സലീം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇന്തോനേഷ്യയിലെ വലിയ വ്യവസായ കുത്തകകൾക്ക് ഒരു കെമിക്കൽ ഹബ്ബ് തുടങ്ങാനായിട്ട് സ്ഥലം അനുവദിച്ചു. നന്ദിഗ്രാമും CPM ഭൂരിപക്ഷ പ്രദേശമാണ്. CPMന് വലിയ മേൽക്കോയ്മയുള്ള സ്ഥലമാണ്. അവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലുണ്ടായിരുന്നത്. മുസ്ലിങ്ങളാണ് ഏത് കാലത്തും CPMൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായിരുന്നു. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വളരെ എതിരായി. അവിടെയും വലിയ ബലപ്രയോഗം ഉണ്ടായി. പോലീസിൻ്റെ വെടിവെപ്പ് കൂടാതെ പാർട്ടിക്കാരുടെ രക്ഷാപ്രവർത്തനം കൂടി ഉണ്ടായി, ജീവൻ രക്ഷാപ്രവർത്തനം. അതോടെ മൊത്തം ആളുകളെതിരായി. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ പോലും എതിരായി. പാർട്ടിയിൽ തന്നെ പല നേതാക്കന്മാർ ഇത്ര ബലപ്രയോഗം വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് ബലപ്രയോഗത്തിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ ഒരാളെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാരണഭൂതനാണ്. പുള്ളി മാത്രമാണ് അന്ന് ബുദ്ധദേവനെയും പശ്ചിമ ബംഗാളിലെ പോലീസിനെ പിന്തുണച്ചത്. പിന്നെ ഈ രാജ്യത്തെ ഒരേ ഒരു മാധ്യമ സ്ഥാപനമാണ് ഈ വെടിവെപ്പിനെയും അതിക്രമത്തെ ന്യായീകരിച്ചത്. അത് ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് അന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ വിഖ്യാതമായ ഹിന്ദു പത്രമാണ്. ഹിന്ദുവിന് എല്ലാ വർഷവും പശ്ചിമ ബംഗാൾ ഗവൺമെൻറ് മറക്കാതെ മുടങ്ങാതെ പരസ്യം കൊടുത്തു. അതും കൂടി ഓർക്കണുള്ളൂ. അതും കൂടി ചേർത്താലേ നമുക്ക് ഈ കഥ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ഏതായാലും നന്ദിഗ്രാമിന് ശേഷം ഇടതുപക്ഷത്തിൻ്റെ ജനപ്രീതി വല്ലാതെ കുറഞ്ഞു. 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 17 സീറ്റോ മറ്റോ തൃണമൂൽ കോൺഗ്രസ് ജയിച്ചു. അതിൻ്റെ ആ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു വേർതിരിവ് കൂടി നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന പശ്ചിമ ബംഗാളിൻ്റെ കിഴക്കൻ പ്രദേശത്താണ് തൃണമൂൽ കോൺഗ്രസ്സിന് വലിയ മേൽക്കൈ കിട്ടിയത്. അവിടെയാണ് മുസ്ലിം വോട്ടർമാർ അധികമുള്ളത്. ആ വിഭാഗത്തിൻ്റെ വോട്ട് നഷ്ടപ്പെട്ടു എന്ന് ആ തെരഞ്ഞെടുപ്പ് ബോധ്യപ്പെടുത്തി. നേരെ മറിച്ച് ബീഹാറിനോട് ചേർന്ന് കിടക്കുന്ന പകുതി അവിടെ ഹിന്ദു ഭൂരിപക്ഷമാണ്, ഹിന്ദു മഹാഭൂരിപക്ഷമാണ്. ആ പ്രദേശത്താണ് CPI പാർട്ടികൾ പിടിച്ചു നിന്നത്. പക്ഷേ 2011 തെരഞ്ഞെടുപ്പായപ്പോഴത്തേക്കും ചിത്രം പൂർണ്ണമായിട്ടും മാറി. പശ്ചിമ ബംഗാളിലെ എല്ലാ സ്ഥലത്തും തൃണമൂൽ കോൺഗ്രസ് ജയിച്ചു. തൃണമൂൽ കോൺഗ്രസ് സോണിയ കോൺഗ്രസ് മുന്നണിയായിരുന്നു. അങ്ങനെ ഇവർക്ക് വലിയ മെജോറിറ്റി കിട്ടുകയും മമതാ ബാനർജി പശ്ചിമ ബംഗാൾ കീഴടക്കിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ബുദ്ധദേവ് പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുത്തക മണ്ഡലത്തിൽ വലിയ വ്യത്യാസത്തിലാണ് ബുദ്ധദേവ് തോറ്റത്. ഈ പരാജയത്തിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നിരീക്ഷകരും പത്രങ്ങളുമൊക്കെ ബുദ്ധദേവിൻ്റെ പെടലിക്കാണ് വെച്ച് കിട്ടി. സത്യത്തിൽ ഈ കെമിക്കൽ ഹബ്ബ് തുടങ്ങാനുള്ള തീരുമാനവും നാനോക്ക് സ്ഥലം പതിച്ചു കൊടുക്കാനുള്ള തീരുമാനവും CPM പോളിറ്റ് ബ്യൂറോ എടുത്താണ്. CPM മന്ത്രിസഭ ഐക്യകണ്ഠേനമായിട്ട് കൈക്കൊണ്ടതാണ്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ അറിവോടും സമ്മതത്തോടും ഒത്താശയോടും കൂടിയിട്ടാണ് ടാറ്റ വന്നതും സലീം ഗ്രൂപ്പ് വന്നതും. അവസാനം അതിൻ്റെ പഴി മുഴുവനും മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ബുദ്ധദേവ് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. അദ്ദേഹം പിന്നീട് പാർട്ടി പ്രവർത്തനത്തിലൊന്നും സജീവമായിരുന്നില്ല. പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല. കൽക്കട്ടയിൽ വെച്ച് നടന്ന കേന്ദ്ര കമ്മിറ്റിയിൽ പോലും അദ്ദേഹം പങ്കെടുത്തില്ല എന്ന് വാർത്ത ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഇദ്ദേഹത്തിൻ്റെ ഒരു പത്മഭൂഷൺ വച്ച് നീട്ടിയതാണ്. പക്ഷേ പുള്ളി അത് നിരാകരിച്ചു. അങ്ങനെ വളരെ ശാന്തമായി സമാധാനപരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത്. ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ബുദ്ധദേവ് എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല. അങ്ങേയറ്റം ലളിതമായ ജീവിതം നയിച്ച സമൂഹത്തോട് വലിയ പ്രതിബദ്ധത വച്ച് പുലർത്തിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ തെറ്റായിപ്പോയി.
അതിന് പാർട്ടിയും പ്രസ്ഥാനവും വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.